എനിക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ട ഒരു സീരീസാണ്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് സ്ട്രീമിംഗ് ചെയ്തിട്ടുള്ളത്. ബെനഡിക്റ്റ് കംബർബാച്ച് ഉണ്ട് എന്നുള്ള ഒരൊറ്റ റീസൺ കൊണ്ടാണ് ഞാൻ ഒരു സീരീസ് കാണാനായിട്ട് പോകുന്നത്. 6 എപ്പിസോഡുള്ള 6 മണിക്കൂർ ഡ്യൂറേഷനുള്ള ഒരു സീരീസാണ്. ഇതിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ലോയിലാണ്. വളരെ സ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 എപ്പിസോഡിലും ഒരു നല്ല സീനെങ്കിലും നമ്മളിങ്ങനെ കുറച്ച് ഭയങ്കര എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകുന്ന സീനുകളൊന്നുമില്ല. വളരെ സ്ലോയിൽ ഇഴച്ച് കൊണ്ടുപോകുക, നമ്മളിങ്ങനെ ബോറടിപ്പിക്കും ഈ ഒരു സാധനം കാണുന്ന സമയത്ത്. അങ്ങനെ പോകുന്ന 6 എപ്പിസോഡുള്ള ഒരു സീരീസാണ്. ബെനഡിക്റ്റ് കംബർബാച്ചിൻ്റെ ആക്ടിങ് കാണാനായിട്ടാണ് ഞാൻ ഈ ഒരു സീരീസ് കാണാനായിട്ട് പോകുന്നത്. പുള്ളിയുടെ പെർഫോമൻസ് വേറെ ലെവലാണ്. നമ്മൾ ഡോക്ടർ സ്ട്രേഞ്ച് ഒക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ ഷെർലോക്ക് ഹോംസ് ഒക്കെ കണ്ടിട്ട് ഈ ഒരു ക്യാരക്ടറിലേക്ക് ചെല്ലുമ്പം ഇത് വേറെ റേഞ്ചിൽ നിൽക്കുന്നൊരു ക്യാരക്ടറാണ്. വിൻസെൻ്റ് എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. എഡ്ഗർ എന്ന് പറയുന്ന ഒരു കുട്ടിയെ കാണാതെ പോകുന്നു. ആ ഒരു കുട്ടിയെ തിരഞ്ഞുകൊണ്ടുള്ള അല്ലെങ്കിൽ ആ കുട്ടിയെ കണ്ടുപിടിക്കാനുള്ള അന്വേഷണവും കാര്യങ്ങളൊക്കെയാണ്. വിൻസെൻറ്റിൻ്റെ മകനാണ് എഡ്ഗർ. ഈ വിൻസെൻ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ആൽക്കഹോളിക്കാണ്. പുള്ളി ഒരു പപ്പറ്റ് ഷോയുടെ ക്രിയേറ്ററൊക്കെയാണ്. അപ്പം എഡ്ഗർ വരയ്ക്കുന്ന ഒരു ക്യാരക്ടറാണ് എറിക് എന്ന് പറയുന്നത്. എറിക്കൊരു മോൺസ്റ്ററാണ്. എറിക്കിനെ പക്ക ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എറിക്ക് ഒരു മോൺസ്റ്ററാണ്. ഈ കുട്ടി വരച്ച ഒരു ക്യാരക്ടറാണത്. ഈ കുട്ടിയെ കാണാതെ പോയി കഴിഞ്ഞിട്ട് ഒരു ആൽക്കഹോളിക് ഹാലൂസിനേഷൻ മൈൻഡിലാകുന്ന നമ്മളുടെ വിൻസെൻറ്റിൻ്റെ ഹാലൂസിനേഷൻ മൈൻഡിൽ വരുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ് എറിക്ക്. ആക്ച്വലി ഒരു കുട്ടിയെ അന്വേഷിച്ച് പോകാനുള്ള കാരണവും ഈ എറിക്ക് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഈ ഒരു എറിക്കും വിൻസെൻറ്റും കൂടി നമ്മുടെ എഡ്ഗറിനെ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നതും ഈ വിൻസെൻറ്റിൻ്റെ വൈഫ് അല്ലെങ്കിൽ എഡ്ഗറിൻ്റെ അമ്മയുള്ള കാസി എന്ന് പറയുന്ന ക്യാരക്ടർ ഇതിനകത്ത് വരുന്നു. മൈക്കിൾ എന്ന് പറയുന്ന ഡിറ്റക്റ്റീവ്, അതായത് ഈ മിസ്സിങ് ചൈൽഡിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു ഡിറ്റക്റ്റീവ്, പുള്ളി ഒരു സ്റ്റോറിയിൽ എന്തും വേണ്ടി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ കാണാതെ പോയ വേറെയും പല കുട്ടികളുണ്ട്. ആ കുട്ടികളെ പറ്റി അന്വേഷണം, ആ ഒരു സ്ഥലത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നത്, അങ്ങനെ ചർച്ച ചെയ്ത് കുറേ സാധനങ്ങൾ ചർച്ച ചെയ്ത് പോകുന്നൊരു സീരീസാണ്. ഇതിൻ്റെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോ പേസാണ്, ബോറടിപ്പിക്കും. നമ്മൾ ഒരു എപ്പിസോഡ് കണ്ടു കഴിയുമ്പോൾ നമുക്കെന്തോ വലിയൊരു സീരീസ് കണ്ടു കഴിഞ്ഞ ഫീലാണ്. അത്രയ്ക്ക് നല്ല സ്ലോയിലാണ് പോകുന്നത്. ഭയങ്കര ആക്ടിങ്ങിന് ഇമ്പോർട്ടൻസ് ഉള്ളൊരു സീരീസാണ്. അഭിനയത്തിന് പ്രയോറിറ്റി കൊടുത്തിരിക്കുന്ന സീരീസാണ്. അതായത് നമുക്ക് ചില സീനുകളൊക്കെ സ്കിപ്പ് ചെയ്യാനായിട്ട് തോന്നും. എന്തിനീ ഒരു സീൻ ഇങ്ങനെ വെച്ചേക്കുന്നു, ഇത്രയും ഇത് കാണിക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇത്രയും വലിച്ചു നീട്ടേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള, അതായത് ഓരോ സീൻ ബൈ സീൻ ഭയങ്കര സ്ലോയിൽ ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ടാണ് പോകുന്നത്. അവസാനം ഈ ഒരു കുട്ടിയെ കണ്ടുപിടിക്കുന്നുണ്ടോ ഇല്ലേ, കുട്ടിക്ക് എന്താണ് സംഭവിച്ചത്, കുട്ടി എവിടെയാണ് പോയത്, കുട്ടി എന്തിനാണ് പോയത്, അങ്ങനെ കുറേ സാധനങ്ങൾ പോകുന്നു. ഈ ഒരു എറിക്ക് എന്ന് പറയുന്ന ക്യാരക്ടറിനെ വിൻസെൻ്റ് ആ ഒരു പപ്പറ്റ് ഷോയിലേക്ക് കൊണ്ടുവരുന്നതും അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഈ മിസ്സിങ് ചൈൽഡിൻ്റെ ബാക്കിൽ കുറേ സംഭവങ്ങൾ, അതായത് ഒരു 90s ഒക്കെയാണ്, 88, 90s ഒക്കെയാണ് കാണിക്കുന്നത്. അന്നത്തെ സാധനങ്ങൾ, അന്നത്തെ ആ ഒരു കൾച്ചറും അമേരിക്കൻ കൾച്ചറും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അങ്ങനെ കുറേ സാധനങ്ങൾ ഈ ഒരു സീരീസിനകത്ത് കാണിക്കുന്നുണ്ട്. സ്ലോ പേസ് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീരീസ് കിടിലമാണ്. ഇത് കുറച്ച് എൻ്റർടൈനിങ് അല്ലെങ്കിൽ കുറച്ച് ഫാസ്റ്റായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ, നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ആളുകൾ ഇത് കണ്ടേനെ. ഇതിരുന്ന് കാണുക എന്ന് പറയുന്നത് ഒരു ചലഞ്ചിങ് സംഭവം തന്നെയാണ്. ഞാൻ ഈ ഒരു കംബർബാച്ചിനെ കാണാനായിട്ട്, പുള്ളിയുടെ ആക്ടിങ് കാണാനായിട്ട്, പുള്ളി പക്ക അഴിഞ്ഞാടുകയാണ് ഒരു ആൽക്കഹോളിക്കായിട്ട്. ചില സീനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പെർഫോമൻസാണ് ഈ കാണിക്കുന്നത്. പുള്ളി ഭയങ്കര പെർഫോമൻസാണ് കാണിക്കുന്നത്. അവസാനം ഈ വിൻസെൻറ്റും എറിക്കും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരുന്നു, അതെങ്ങനെയാകും, അതൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഒരു അച്ഛൻ മകൻ റിലേഷൻഷിപ്പ്, അതേപോലെ തന്നെ ഈ വിൻസെൻറ്റ് എറിക്കുന്നുള്ള ക്യാരക്ടറിനെ എങ്ങനെയാണ് ആക്കിയെടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു അപ്പറ്റിനെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങളൊക്കെ കാണിക്കുന്ന ഒരു കിടിലൻ സീരീസാണ്. നെറ്റ്ഫ്ലിക്സിൻ്റെതാണ്. നെറ്റ്ഫ്ലിക്സ് മേക്കിങ്ങിൽ നമുക്കറിയാമല്ലോ പുലികളാണ്. ബെനഡിക്റ്റ് കംബർബാച്ചിനെ കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൺവിൻസ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. പുതിയൊരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സ്ലോ പേസിലാണ് പോകുന്നതെങ്കിൽ ഒരു അടിപൊളി സീരീസാണ്. താല്പര്യമുള്ളവർ മാത്രം പോയി കാണുക, ഇല്ലെങ്കിൽ ബോറടിച്ച് ചത്തു പോകും. അത്രയ്ക്ക് ബോറിങ്ങാണ് ചില സീനുകളൊക്കെ പോകുന്നത്.